അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് കൂട്ടത്തല്ലാണ് പെരിന്തൽമണ്ണയിൽ വഹാബി പള്ളിയിൽ വെച്ച് KNM-കാരും വിസ്റ്റം ജിന്നി വിഭാഗവും നടത്തിയിട്ടുള്ളത്. ആരുടെ പക്ഷത്താണ് തൗഹീദുള്ളത്, ഷിർക്കിലകപ്പെട്ട വിഭാഗം ഏതാണ് എന്ന് വേർതിരിക്കാനാണ് ഈ തല്ലെന്ന് കാണുമ്പോൾ വലിയ സമാധാനമുണ്ട്. വിസ്റ്റം ജിന്നി വിഭാഗത്തിന്റെ ജിന്നി ചികിത്സക്കെതിരെ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയുടെ നോട്ടീസ് ഹാരിസ് ബിനു സലീം ഖത്തീബായ പള്ളിയിൽ നോട്ടീസുമായെത്തിയ KNM-കാരെ കണ്ടപ്പോഴാണ് വിസ്റ്റം ജിന്നി വിഭാഗത്തിന് അരിശം മൂത്തത്. ഖത്തീബായ ഹാരിസ് ബിനു സലീമിന്റെ ഭാര്യക്കാണ് ആദ്യമായി അരിശം മൂത്തത് എന്നാണ് KNM-ൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഹാരിസ് ബിനു സലീമിന്റെ ഭാര്യക്ക് ജിന്നുബാധയേറ്റു എന്നാണ് KNM-കാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. KNM-കാരാണോ വിഷ്ടംകാരാണോ തൗഹീദിനു വേണ്ടിയുള്ള ഈ തല്ലും പിടിയും അതേപടി ഒപ്പിയെടുത്തത്? സമസ്തയുടെ പള്ളിയിൽ പോലും KNM-കാർ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നുമില്ലാത്ത പ്രശ്നമാണ് വഹാബി പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് KNM-കാർ തന്നെ പറയുന്നത്. അവര് ചെയ്യുന്ന അന്ധവിശ്വാസവും ഷിർക്കും പുറത്തു കൊണ്ടുവരുന്നത് പേടിച്ചിട്ടാണ് അതിനവർ അനുവദിക്കാത്തത് എന്നാണ് KNM-കാർ പറയുന്നത്. സംഭവം നടക്കുമ്പോൾ ഹാരിസ് ബിനു സലീമും TK അഷ്റഫും അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശ്നത്തിന് തിരികൊളുത്തിയത് ഈ രണ്ട് നേതാക്കന്മാരാണെന്നാണ് KNM നേതാക്കൾ പറയുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ പെടുമെന്ന് പറയുന്ന ഹാരിസ് ബിനു സലീമും TK അഷ്റഫും ഉടൻ തന്നെ വാഹനത്തിൽ കയറി ക്യാമറയ്ക്ക് മുന്നിൽ പെടാതെ രക്ഷപ്പെട്ടു എന്നാണ് അറിവായിട്ടുള്ളത്. തൗഹീദ് ആരുടെ കയ്യിലാണ്, ഷിർക്ക് ആരുടെ കയ്യിലാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള നെട്ടോട്ടത്തിനിടയിലെ ആ അടിയും KNM-കാരുടെ പ്രസ്താവനകളും നമുക്കൊന്ന് കേട്ടു നോക്കാം. പോകാം വീഡിയോയിലേക്ക്. പറഞ്ഞു എന്നോട് വന്നിട്ട് വരാം, ഓർത്തു പോയി കൊടുക്കടാ, അന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് എന്ത് കാണിച്ചു തരും? എനിക്ക് കേൾക്കണല്ലോ. ഇന്ന് എന്താ ഇവിടെ കാണിക്കാൻ കണ്ടിക്കണ ജമാല്? ആ ഒരു ബാനർ കെട്ടിയിട്ട് ആ ലോറി ഓന കൊണ്ട് നിർത്തിയത് അവിടെ, ഇന്ന് വരെ ഇല്ലാത്ത ലോറി. എന്താ അറിയോ, ആ ബാനർ കാണരുത്. മനസ്സിലായോ? എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടും പറഞ്ഞു. നോട്ടീസ് കൊടുക്കേ, നോട്ടീസ് കൊടുക്കാൻ പാടില്ല. KNM-ന്റെ പള്ളിയിൽ ഇവൻ ജമാല് ആരാ എന്നു വന്നതാണോട്? എന്ത് മുജാഹിദായതാ? എന്ത് മുജാഹിദാ? ഇത് സംഘപരിവാറിന്റെ നോട്ടീസല്ല, KNM കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നോട്ടീസാണ്. കൊടുക്കും. ഇത് KNM-ന്റെ പള്ളിയാണ്. എന്താ അറിയാ എന്ത് പുണ്ടാകാനൊക്കെ അറിയാം. KNM-മാരാണ്. KNM-നെ കുറിച്ച് അറിയിക്കുന്നത്. ഞാനിത് പുറത്താ കൊടുത്തത്. മിമ്പറിൽ നിന്ന് പിന്നെ വിസ്തത്തിന്റെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അതിന് കുഴപ്പമില്ല. മിമ്പറിൽ നിന്ന് ഇത് KNM-ന്റെ നോട്ടീസ് കൊടുത്തീനോ പറയാം. ഇതാരവിടെ പുറത്തു പോവാ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞുതാ, സത്യം ചെയ്യാ. ഇത് പറഞ്ഞു എനിക്ക് ഞാൻ കാണിച്ചു തരാം. പുറത്തു നിങ്ങൾ പറഞ്ഞു, എനിക്ക് കാണിച്ചു പുറത്തു പോയി കൊടുക്കാൻ പറഞ്ഞു. എന്താ എനിക്ക് കാണിച്ചു തരാം? നമ്മളോ വഴിമാറി കൊടുക്കാം. സ്ത്രീകളെ പോയിക്കോട്ടെ, വെറുതെ കച്ചവടം നടക്കുമ്പോ ഞങ്ങളെ സങ്കടം തോന്നുകയാണ്.
ഒരു നോട്ടീസ് കൊടുക്കുന്നതിന് ഒരു സമസ്തക്കാരൻ വന്നിട്ട് നമ്മുടെ പള്ളി കോമ്പൗണ്ടിനകത്ത് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര വെപ്രാളം നമ്മൾ കാണിക്കുമോ? എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്ത് പറയുന്നതാണ് നിങ്ങളെങ്ങനെ അലോസരപ്പെടുത്തുന്നത്? ഞങ്ങൾ എന്തു പറയുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളിങ്ങനെ ഭീതിപ്പെടുന്നത്? ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, മുജാഹിദുകൾ അവരുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം, മുജാഹിദുകൾ അവരുടെ ശ്വാസത്തിന്റെ അവസാനത്തെ മിടിപ്പ് നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജിന്നിനോട് സഹായം തേടുന്നത് ഏത് തരത്തിലുള്ള സഹായതേട്ടമായാലും, ഏത് ഘട്ടത്തിലായിരുന്നാലും, ഏത് ദൃശ്യമായാലും അദൃശ്യമായാലും, ഭൗതികമായാലും അഭൗതികമായാലും, ജിന്നിനോടുള്ള സഹായതേട്ടം എല്ലാ ഉപാധികളും മാറ്റിവെച്ചുകൊണ്ട് ഷിർക്കാണെന്ന് പറയാൻ കേരളത്തിന്റെ തെരുവിൽ മുജാഹിദുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. നിങ്ങളുടെ ഒരു സ്വകാര്യ കച്ചവടത്തിന്റെ കണക്കിപ്പ് എങ്ങനെ പുറത്തു വരുന്നുണ്ടല്ലോ? അവിടെ പോയതും ഇവിടെ പോയതും, അവിടെ ഇറക്കിയതും ഇവിടെ ഇറക്കിയതും, അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ഒക്കെ ഇങ്ങനെ പല ആളുകളും ഇത് മുജാഹിദുകൾ പറയുമ്പോ നിങ്ങൾ പള്ളിച്ചെരിവുകൾ തേടുന്നു. പള്ളിയുടെ ചെരുവുകളിൽ ജിന്നിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചില ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു എന്നൊക്കെ മുജാഹിദുകൾ പറഞ്ഞപ്പോ അപ്പോഴും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ജിന്നിനെ ഇറക്കുന്ന ആൾക്കാരും ജിന്നിനെ കയറ്റുന്ന ആൾക്കാരും ഒന്നല്ല, ഞങ്ങൾ മന്ത്രവാദത്തിന്റെ ആൾക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വല്ല തട്ടിപ്പും വന്നാൽ ഏറ്റവും ആദ്യം പ്രസ്താവന കൊണ്ട് രംഗത്ത് വന്നിട്ട് നമ്മൾ അതിനെതിരാണ് എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അടുക്കളയുടെ വാതിൽ അവനവന്റെ കക്ഷിയിൽപ്പെട്ട മാന്ത്രികന്മാർക്ക് തുറന്നു കൊടുത്തിട്ട് അവനവന്റെ വീട്ടിനകത്ത് മന്ത്രവാദവും ചികിത്സയും കയറ്റലും ഇറക്കലും ഒക്കെ നടത്തുന്ന ആളുകളാണ് മന്ത്രവാദത്തിന്റെ തട്ടിപ്പ് വരുമ്പോ വലിയ ബാനറും പിടിച്ചുകൊണ്ട് അങ്ങാടിയിൽ രംഗത്ത് വന്ന് ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ നല്ല വെള്ള ചമയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കുപ്പായങ്ങൾ അഴിഞ്ഞു വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളെന്താണെന്ന് ജനം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വിരോധവും ഞങ്ങൾക്കില്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടന വിരോധം വെച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനക്ക് വിരോധം വെക്കാൻ മാത്രമുള്ള ഇരകളല്ല. സമസ്തയെ പോലെ, കാന്തപുരം വിഭാഗത്തെ പോലെ വലിയ വലിയ സംഘങ്ങള് ഒരുപാട് ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമായി കടന്നു വന്ന് മുജാഹിദുകൾ ഇത്രയൊന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ പണ്ഡിതന്മാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നിടത്ത്, ഒറ്റപ്പെട്ട് പ്രസംഗിക്കുന്നിടത്ത്, 5 ആളെ ഇരുത്തി 10 ആളെ ഇരുത്തിയിട്ട് ഖുർആൻ ക്ലാസ് നടത്തുന്ന കാലത്ത് ഈ പ്രസ്ഥാനത്തെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് കരുതി കടന്നു വന്ന കുറെ ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അവരെയൊക്കെ ദുർബലപ്പെടുത്തി, അവരെയൊക്കെ പരാജയപ്പെടുത്തി, അവരെയൊക്കെ എതിരിട്ട്, അവരെയൊക്കെ നേരിട്ട് ഈ പ്രസ്ഥാനം ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന അവനവന്റെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് എന്ന് കരുതിയിട്ട് വമ്പും കൊമ്പും എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയാനുള്ളത് ഒരു നോട്ടീസ് കൊടുക്കുമ്പോഴൊക്കെ പുറത്തുവോ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ അവനവന്റെ സാമ്രാജ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നല്ലതാണ്. പക്ഷെ വസ്തുത എന്താണ് എന്ന്, യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ആ പ്രമാണങ്ങളും രേഖകളും ആധാരങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുന്നത്, മറിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, മുജാഹിദുകളെ നിങ്ങൾക്ക് ദുർബലപ്പെടുത്താൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ വായ മൂടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ഒരു ബാനർ വെച്ചിട്ട് ആ ബാനർ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തുന്ന എത്രമാത്രം ദുർബലമായ പ്രതിരോധമാണ് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു പള്ളിയിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ പീസ് എന്ന പേരുള്ള ഒരു വാഹനത്തെ ഉപയോഗിക്കുക. ഒരു പള്ളിയുടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ പീസ് എന്ന് എഴുതിയ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഗതികേടുള്ള ആൾക്കാര് ഞങ്ങൾക്ക് സഹതാപാണ്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് സഹതാപാണ്. പക്ഷെ ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം അത് ഷിർക്ക് ചെയ്യുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നതുകൊണ്ട് അവരെ എതിർക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള രീതി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അല്ല. ഷിർക്ക് എത്ര കൃത്യമായി തൗഹീദുള്ളവരിലേക്കും ഷിർക്ക് കടന്നു വരും. ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ പറഞ്ഞതാണ്,
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വാക്ക് സ്വഹാബത്തിനോട്, സ്വന്തം അനുചരന്മാരോട് ഒരു ഘട്ടത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതെപ്പോഴാണ്? തൗഹീദ് സ്ഥാപിക്കാൻ ശിർക്കിനെതിരെ നമ്മൾ ഉദ്ധരിച്ച ഒരു ആയത്ത് ലോകത്ത് ഏത് വലിയ കൊമ്പന്റെ മുമ്പിലും പോയി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏത് ചെറിയ കുട്ടിയും ആവർത്തിച്ച് പാരായണം ചെയ്യും. നിങ്ങൾ വിശുദ്ധ മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോട് നിങ്ങളൊന്ന് പറയും, നിങ്ങൾ സൂറത്ത് അന്നാമിൽ 128 ആയത്ത് ഒന്ന് അർത്ഥം പറയുന്നു പറയും. വേറെ ഒന്നും പറയണ്ട, അതിന്റെ അപ്പുറം ചോദിക്കും വേണ്ട, ആ ഒറ്റ ചോദ്യം ഉണ്ടായാൽ മതി. വേറെ ഒന്നും പറയാ ചോദിക്കുന്നത് സൂറത്ത് അന്നാമിലെ 128 ആയത്ത് ഓതിയിട്ട് ഒന്ന് അർത്ഥം പറയാവോ എന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. വിശുദ്ധം എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിലെ വലിയ വലിയ ദീനിന്റെ വലിയ വലിയ ആളുകളായി വന്നവർ എന്ന് മാത്രമാണ് അവരുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് പ്രമാണമാണെങ്കിൽ, അവരുദ്ധരിച്ച പിഴച്ച വാദനത്തിന് അത് പ്രമാണമാണെങ്കിൽ ആ പ്രമാണം വീണ്ടും 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 ഉദ്ധരിക്കപ്പെടുമായിരുന്നു. ഒരു മുസ്ലിയാരിലൂടെ അല്ലാതെ വേറെ കുറെ മൗലവിമാർ ആ കൂട്ടത്തിലുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ കേരളത്തിന്റെ തെരുവുകളിൽ ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിനു വേണ്ടി വലിയ വലിയ വേദി വെച്ച് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച വലിയ വലിയ ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ഓത് അന്നാമിലെ 128 ആയത്ത് ഓതി നിങ്ങളൊന്ന് വിശദീകരിക്കുക. ഈ മുസ്ലിയാരല്ലാതെ ഖുറാഫാത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നത് സലഫിയത്താണോ ഖുറാഫാത്താണോ എന്ന് പരസ്പരം തിരിച്ചറിയാത്ത വിധം കൂട്ടിക്കുളച്ചവതരിപ്പിക്കുന്ന മുസ്ലിയാരല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ, ആ കൂട്ടത്തിലെ വകതിരിവുള്ള ഏതെങ്കിലും ഒരാൾ, ആ കൂട്ടത്തിലെ പാണ്ഡിത്യമുള്ള ഏതെങ്കിലും ഒരാൾ ഈ ആയത്തൊന്ന് ഓതി അർത്ഥം വെച്ചിട്ട് കേരളത്തിലെ മുജാഹിദുകളോട് ഒരു തവണ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട, നിങ്ങളുടെ കണക്കിൽ ഞങ്ങൾ പിഴവിലല്ലേ, നിങ്ങളുടെ വീക്ഷണത്തിൽ ഞങ്ങൾ തെറ്റിലല്ലേ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ അബദ്ധത്തിലല്ലേ, അന്ധവിശ്വാസത്തിലല്ലേ, പിഴച്ചുപോയ ആളുകളല്ലേ, ഞങ്ങളോട് സൂറത്ത് അന്നാമിലെ 128 ആയത്തോതി വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതെന്തേ വേറൊരു കുട്ടി നിർവഹിക്കാത്ത? വേറെ ആരും അതില്ല. വളരെ പ്രധാനപ്പെട്ട വലിയൊരു പ്രഭാഷകനോട് വാട്സപ്പിലൂടെ 150 വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും 150 വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് ആദ്യത്തെ വോയിസ് മുതൽ നിങ്ങൾ ഈ ആയത്തൊന്ന് ഓതിയിട്ട് സൂറത്ത് അന്നാമിലെ 128 ആയത്തൊന്ന് ഓതി നിങ്ങൾ വിശദീകരിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ഉണ്ട്. പക്ഷെ ഈ ആയത്ത് മാത്രം കക്ഷി ഓതൂല, അർത്ഥം പറയൂല. അത് ഇന്നാൾ ഓതിയിട്ടുണ്ട്. അതവിടെ അവസാനം അയാൾ പറയാണ്, ജൂതൻ മരണപ്പെട്ടടുത്ത് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്. ആയത്ത് പിന്നീട് അബൂബക്കർ ഒരിക്കലും ഓതിയിട്ടില്ല, വേറെ സഹാബികൾ ഓതിയിട്ടില്ല. അപ്പൊ അവസാനം അയാൾ പിന്നെ എന്താ തരുന്നറിയോ? ഒരിക്കൽ മാത്രം ഓതിയ ആയത്തുകൾ ഏതൊക്കെയുള്ളതെന്ന് തരികയാണ്. എത്രമാത്രം വലിയ അധപ്പതനത്തിലും പരാജയത്തിലും പ്രതിസന്ധിയിലുമാണ് ഒരു കൂട്ടം ആൾക്കാർ പോയിപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമ്മളുടെ ആരുടെ മേന്മകൊണ്ടല്ല, അതിലുള്ള ആൾക്കാരുടെ വലിയ കുറവുകൊണ്ടുമല്ല. ആദർശം പിഴച്ചതാണെങ്കിൽ എത്ര വലിയ സൂപ്പികൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആദർശത്തിന് പിഴവുണ്ടെങ്കിൽ എത്ര വലിയ ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായാലും ആ സംഘടനക്ക് ആ മുന്നണിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിപ്പോ ഇങ്ങനെ വളരെ കൃത്യമായി അനുഭവിക്കുകയാണ് ആ ആളുകൾ. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.